ട്രാൻസിസ്റ്റർ. ഓക്കെ, നമ്മൾ ഇതുവരെ പഠിച്ചത് ഒരു ജംഗ്ഷൻ ഡയോഡിനെ കുറിച്ചായിരുന്നു. ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടറും ഒരു എൻ ടൈപ്പ് സെമി കണ്ടക്ടറും ജോയിൻ ടുഗദർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പി എൻ ജംഗ്ഷൻ ഫോം ചെയ്യും. എല്ലാ പി എൻ ജംഗ്ഷനെ ഒരു ഡയോഡായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പി എൻ ജംഗ്ഷനെയാണ് ഡയോഡായിട്ട് കൺസിഡർ ചെയ്യുന്നത്. നമുക്കറിയാം അതിന് ഒരു പി ടൈപ്പും എൻ ടൈപ്പും ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഡിപ്ലീഷൻ ലെയർ ഫോം ചെയ്യും. ആ ഡിപ്ലീഷൻ ലെയറിനൊരു അതിൻ്റെ ആ ജംഗ്ഷനിൽ ഒരു വോൾട്ടേജ് ഉണ്ടാകും. ആ വോൾട്ടേജ് ഫർദർ റീകോമ്പിനേഷൻ ഹോൾസ് ആൻഡ് ഇലക്ട്രോൺസ് റീകോമ്പിനേഷൻ റീസ്ട്രെയിനിങ് ഫോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും. ആ ഫോഴ്സിനെ ഒരു ഒപ്പോസ് ചെയ്യുന്നൊരു എക്സ്റ്റേണൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അതിലൂടെ കറണ്ടിൻ്റെ ഫ്ലോ ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, സോ ആ വോൾട്ടേജിനെയാണ് നമ്മൾ കട്ടിൻ വോൾട്ടേജ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇനി അത് റിവേഴ്സ് ബയാസിലാണെങ്കിൽ ആ ഡിപ്ലീഷൻ ലെയറിൻ്റെ വിഡ്ത്ത് കൂടുകയും അതിലൂടെ മെജോറിറ്റി ക്യാരിയേഴ്സ് ഒന്നും കടന്നു പോവുകയില്ല. സോ ഒൺലി മൈനോറിറ്റി ക്യാരിയേഴ്സിൻ്റെ ഫ്ലോ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ആ മൈനോറിറ്റി ക്യാരിയേഴ്സിൻ്റെ കറണ്ടിൻ്റെ ഫ്ലോയ്ക്ക് നമ്മൾ അത് ഡിപ്പെൻഡ് ഓൺലി ഓൺ മൈനോറിറ്റി ചാർജ് ക്യാരിയേഴ്സിൻ്റെ നമ്പേഴ്സിനെയാണ്. അത് അപ്ലൈഡ് വോൾട്ടേജിനെയല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പം എത്ര നമ്പർ ഓഫ് മൈനോറിറ്റി ക്യാരിയേഴ്സ് ഉണ്ടോ അത്രയും കൂടുതൽ കറണ്ട് അതിലൂടെ റിവേഴ്സ് ബയാസിൽ പോകും. അപ്പം റിവേഴ്സ് ബയാസിലായിരിക്കുമ്പോൾ മൈനോറിറ്റി ക്യാരിയേഴ്സിൻ്റെ എണ്ണം മാത്രമാണ് അതിനകത്ത് മാനദണ്ഡം. അതിൽ എക്സ്റ്റേണൽ അപ്ലൈഡ് വോൾട്ടേജ് അതിന് എഫക്റ്റ് ഒന്നും ചെയ്യുന്നില്ല. അപ്പം എപ്പോഴാണ് മൈനോറിറ്റി ക്യാരിയേഴ്സിൻ്റെ എണ്ണം കൂട്ടുന്നത്? നമ്മളൊരു ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ മൈനോറിറ്റി ക്യാരിയേഴ്സിൻ്റെ എണ്ണം കൂടാം. അല്ലെങ്കിൽ ഈ ഫോട്ടോ ഡയോഡ് അല്ലെങ്കിൽ അതുപോലത്തെ ഡയോഡ്സ് ആണെങ്കിൽ നമ്മൾ ലൈറ്റ് വന്ന് വീഴുമ്പോൾ അതിനകത്ത് മൈനോറിറ്റി ക്യാരിയേഴ്സിൻ്റെ എണ്ണം കൂടാം. സോ ഇറ്റ്സ് കണ്ടക്ടിവിറ്റി വിൽ ഇൻക്രീസ് ഓർ കറണ്ട് ത്രൂ ദ ഡിവൈസ് വിൽ ബി ഇൻക്രീസ്. അപ്പോൾ അങ്ങനെയാണ് നമ്മളൊരു പി എൻ ജംഗ്ഷൻ ഉള്ളത്. ഒരു ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് രണ്ട് ജംഗ്ഷൻസ് കൂടിയതാണ്. രണ്ട് പി എൻ ജംഗ്ഷൻസ് കൂടിയ ഡിവൈസിനെയാണ് നമ്മൾ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത്. രണ്ട് പി എൻ ജംഗ്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ അതിന് 3 ടെർമിനൽസ് ഉണ്ടാവും. നമ്മളതിൻ്റെ ഇതിനെക്കുറിച്ച് ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. അപ്പം ട്രാൻസിസ്റ്റർ ബേസിക്കലി അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ബൈപോളാർ ട്രാൻസിസ്റ്റർ ഉണ്ട്, യൂണിപോളാർ ട്രാൻസിസ്റ്റർ ഉണ്ട്. യൂണിപോളാർ ബൈപോളാർ ട്രാൻസിസ്റ്റർ അല്ലെങ്കിൽ ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്ററിനെയാണ് നമ്മൾ കോമൺലി ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത്. ഇറ്റ്സ് കോമൺലി നോൺ ആസ് ട്രാൻസിസ്റ്റർ. അപ്പോൾ വെറുതെ ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ ആണ്. ഇനി യൂണിപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ, UJT, മോസ്ഫെറ്റ് അതുപോലത്തെ എല്ലാ ഡിവൈസുകളും യൂണിപോളാർ ഡിവൈസുകളാണ്. അപ്പം ബൈപോളാർ ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിമ്പിൾ ട്രാൻസിസ്റ്ററിനെ എല്ലാം ബൈപോളാർ ട്രാൻസിസ്റ്റർ എന്നാണ് പറയുന്നത്. ഇതിന് ബൈപോളാർ എന്ന് പറയാൻ കാരണം, ബൈപോളാർ അല്ലെങ്കിൽ സിമ്പിൾ ഒരു ട്രാൻസിസ്റ്ററിനെയാണ് ബൈപോളാർ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത്. അതിന് ബൈപോളാർ എന്ന് പറയാൻ കാരണം അതിലൂടെയുള്ള കറണ്ടിൻ്റെ ഫ്ലോയിനെ മെജോറിറ്റി ക്യാരിയേഴ്സും മൈനോറിറ്റി ക്യാരിയേഴ്സും, അതായത് ബോത്ത് ഹോൾസ് ആൻഡ് ഇലക്ട്രോൺസ് വിൽ കോൺട്രിബ്യൂട്ട് ദ കറണ്ട് ഫ്ലോ ത്രൂ ദി ട്രാൻസിസ്റ്റർ. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ ബൈപോളാർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദി കറണ്ട് ഫ്ലോ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കറണ്ട് ഫ്ലോ ഈസ് ഡ്യൂ ടു ബോത്ത് മെജോറിറ്റി ആൻഡ് മൈനോറിറ്റി ക്യാരിയേഴ്സ്. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് നോൺ ആസ്, അതുകൊണ്ടാണ് അതിന് പറയുന്നത് ബൈപോളാർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ട്രാൻസിസ്റ്റർ എന്ന് പേര് പറയാൻ കാരണം തന്നെ ട്രാൻസ്ഫർ റെസിസ്റ്റർ എന്ന 2 വാക്കിൽ നിന്നാണ് ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞ പേര് വന്നത്. ട്രാൻസ്ഫർ റെസിസ്റ്റർ, ട്രാൻസിസ്റ്റർ എന്ന പേര് വന്നത്. ഓക്കെ, സോ എന്തുകൊണ്ടാണ് ട്രാൻസ്ഫർ റെസിസ്റ്റൻസ് എന്ന പേര് വരാനായിട്ടുള്ള കാരണം എന്ന് നമുക്ക് പറയാം. ട്രാൻസ്ഫർ റെസിസ്റ്റർ എന്തുകൊണ്ടാണ് അതിൻ്റെ റെസിസ്റ്റർ ട്രാൻസ്ഫർ ചെയ്യുന്നു എന്ന് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. Then we can have the terminals of the transistor.
നമുക്ക് ഒരു ഡയോഡിൽ ഒരു ആനോഡും ഒരു കാഥോഡും അതൊരു പി എൻ ജംഗ്ഷൻ മാത്രം ഉള്ളതുകൊണ്ട് അതൊരു 2 ടെർമിനൽ ഡിവൈസ് ആയിരുന്നു. ബട്ട് ട്രാൻസിസ്റ്റർ ഈസ് എ 3 ടെർമിനൽ ഡിവൈസ്. ഓക്കെ, ട്രാൻസിസ്റ്റർ ഈസ് ഇറ്റ്സെൽഫ് എ 3 ടെർമിനൽ ഡിവൈസ് ആണ് ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, സോ വി ക്യാൻ ഹാവ് emitter is one of the terminal, base, collector. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. emitter emit carriers, collector collect carriers, and base will control carriers. ഓക്കെ, ഇത്രയാണുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു 3 ടെർമിനൽ ഡിവൈസ് ആണ്. എമിറ്റർ ഉണ്ട്, ബേസ് ഉണ്ട്, കളക്ടർ ഉണ്ട്. എമിറ്ററിൽ ഹെവിലി ഡോപ്ഡ് റീജിയൻ ആണ്. ബേസ് ഈസ് ലൈറ്റ്ലി ഡോപ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് ആണെന്ന് പറഞ്ഞാൽ ഒട്ടും തന്നെ വളരെ സ്മോൾ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ മാത്രമേ ഉള്ളൂ. കളക്ടർ ഈസ് മോഡറേറ്റ്ലി ഡോപ്ഡ്. സോ വി ക്യാൻ ഹാവ്, ഞാൻ പറഞ്ഞു ഒരു 3 ടെർമിനൽ ഡിവൈസ് ആണ്. സോ അതിന് 2 പി എൻ ജംഗ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, ഐദർ വി ക്യാൻ ഹാവ് എൻ പി ആൻഡ് എൻ. സോ വി ക്യാൻ ഹാവ് 1 പി എൻ ജംഗ്ഷൻ ആൻഡ് അനദർ പി എൻ ജംഗ്ഷൻ, ഓർ വി ക്യാൻ ഹാവ് പി എൻ പി. സോ 1 പി എൻ ജംഗ്ഷൻ, അനദർ പി എൻ ജംഗ്ഷൻ. ഓക്കെ, സോ വി ക്യാൻ ഹാവ് എൻ പി എൻ ആൻഡ് പി എൻ പി ട്രാൻസിസ്റ്റർ. സോ എൻ പി എൻ പി എൻ പി ഉള്ള കാരണം അതിൻ്റെ സർക്യൂട്ട് സിമ്പിൾ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. സോ ദിസ് ഈസ് കളക്ടർ, ദിസ് ഈസ് ബേസ് ആൻഡ് ദിസ് ഈസ് എമിറ്റർ. എമിറ്ററിനാണ് ആരോ മാർക്ക് കൊടുക്കുന്നത്. ഈ ആരോ മാർക്ക് ഡിപ്പെൻഡിങ് അപ്പോൺ ദി കറണ്ട് ഫ്ലോയുടെ ഡയറക്ഷനെയാണ് ഇത് ചെയ്യുന്നത്. അപ്പം ഒരു ട്രാൻസിസ്റ്ററിൻ്റെ ഔട്ട്വേർഡ് കറണ്ട് ആണെങ്കിൽ അത് എൻ പി എൻ ട്രാൻസിസ്റ്ററിനെ ആയിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പി എൻ പി ട്രാൻസിസ്റ്ററിൽ ഇൻവേർഡ് കറണ്ട് ആയിരിക്കും കാണിക്കുന്നത്. സോ this is collector, base and emitter. അപ്പോൾ ആരോ മാർക്കുള്ള ഭാഗമാണ് എമിറ്റർ എന്ന് പറയുന്നത്. ആരോ മാർക്ക് ഇല്ലാത്ത ഭാഗം കളക്ടർ ആണ്. ദെൻ സെൻറ്റർ ഭാഗമാണ് ബേസ് എന്ന് പറയുന്നത്. ആൻഡ് ഇതെന്ന് പറയുന്നത് അപ്പം പി എൻ പി ട്രാൻസിസ്റ്ററിൽ എമിറ്ററിൽ നിന്ന് എമിറ്ററിലേക്ക് ഡിവൈസിലേക്ക് കറണ്ടിൻ്റെ ഫ്ലോ ആയിരിക്കും ഉണ്ടാകുന്നത്. ഓക്കെ, സോ ഇത്രയാണ് അതിൻ്റെ ബേസിക് കാര്യങ്ങൾ പറയാനുള്ളത്. സോ ഇങ്ങനെ പറയുമ്പം ഞാൻ പറഞ്ഞു ഓൾറെഡി വി ക്യാൻ ഹാവ് 2 പി എൻ ജംഗ്ഷൻ ഇൻ ദിസ് ഡിവൈസ്. സോ 2 പി എൻ ജംഗ്ഷൻ ഉള്ളത് കാരണം നമുക്ക് എമിറ്റർ ബേസ് ജംഗ്ഷൻ ഉണ്ടാവും, കളക്ടർ ബേസ് ജംഗ്ഷൻ ഉണ്ടാവും. ഇതിനകത്ത് ഉണ്ടാവും കളക്ടർ ബേസ് ജംഗ്ഷൻ, എമിറ്റർ ബേസ് ജംഗ്ഷൻ. ഇതൊരു പി എൻ, ഇതാണ്, ഇതൊരു പി എൻ ആണ്. സോ 2 ഡയോഡുകൾ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുമോ ആ ഒരു ഫോമിലായിരിക്കും ഇരിക്കുന്നത്. ഓക്കെ, ബട്ട് ഇതിൻ്റെ സൈസിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. എമിറ്റർ റീജിയൻ അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് എമിറ്ററിൽ മീഡിയം സൈസ് ആയിരിക്കും. ഈ സൈസൊക്കെ അങ്ങനെ വയ്ക്കാനൊരു കാര്യമുണ്ട്. കളക്ടർ ഈസ് ബിഗർ സൈസ് ആൻഡ് ബേസ് ഈസ് വെരി സ്മോൾ സൈസ് according to the size distribution. ഓക്കെ, അപ്പോൾ ഒരു ട്രാൻസിസ്റ്ററിനെ കുറിച്ച് നിങ്ങൾ ബേസിക് ഓവർവ്യൂ നടത്തി കഴിയുമ്പം ഒരു ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു പൈപ്പ് പോലെ തന്നെയാണ്, ഒരു ടാപ്പ് പോലെയാണ് വർക്ക് ചെയ്യുക. അപ്പോൾ നമുക്കറിയാം ഒരു ടാപ്പ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്കറിയാം ഒരു കൺസിഡർ നമ്മളൊരു ടാങ്ക് ഉണ്ടെന്ന് വിചാരിക്കുക. ദിസ് ഈസ് എ ടാങ്ക്. അതിനകത്ത് നിറച്ച് വെള്ളം ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, and we can have a valve in this, and we can have
എ ബക്കറ്റ് ഓർ സംതിങ് ലൈക്ക് ദിസ്. ഒരു ബക്കറ്റ് ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ നമുക്ക് ബക്കറ്റിൽ വെള്ളം പിടിക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ബക്കറ്റിലേക്ക് വെള്ളം പിടിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ബക്കറ്റിലേക്ക് വെള്ളം പിടിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യുക? ദിസ് ഇസ് ടാങ്ക്, ദിസ് ഇസ് ടാപ്പ്. ഈ ടാപ്പ് കൺട്രോൾ ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ? ടാങ്കിൽ നിന്നുള്ള വെള്ളം ടാങ്കിൽ നിന്നുള്ള വെള്ളത്തിൻ്റെ ഫ്ലോ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ടാപ്പ് തിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ടാങ്ക് എന്ന് പറയുന്നത് ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് അവർ എമിറ്റർ. It's like our emitter, and tap is like base, and bucket is like our collector. Okay, ഏറ്റവും ബേസിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുക. അപ്പം നമുക്ക് ഈ ബേസ് ആണ് ഇതിലൂടെയുള്ള വെള്ളത്തിൻ്റെ ടാപ്പാണ് ഇതിലൂടെയുള്ള വെള്ളം കൺട്രോൾ ചെയ്യുന്ന പോലെ തന്നെ ഈ ബേസ് ആണ് ഇതിലൂടെയുള്ള കറണ്ടിൻ്റെ ഫ്ലോ. ഇതെന്ന് പറഞ്ഞാൽ കറണ്ട് ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞാൽ കറണ്ട് കൺട്രോൾ ചെയ്യാനുള്ളൊരു ഡിവൈസാണ് ഇതിലൂടെയുള്ള കറണ്ടിൻ്റെ ഫ്ലോ ഇത് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഒന്നിൽ ഈ ടാപ്പ് ഫുള്ളി ക്ലോസ് ചെയ്യാം, അല്ലെങ്കിൽ ഫുള്ളി ഓപ്പൺ ചെയ്യാം, അല്ലെങ്കിൽ ഇത് മോഡറേറ്റ് ചെയ്ത് വയ്ക്കാം. ഡിപ്പെൻഡ് ചെയ്യും അപ്പോൾ നമ്മൾ ഈ ടാപ്പിൽ അപ്ലൈ ചെയ്യുന്ന ക്ലോക്ക് വൈസ് ആണോ ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ തിരിക്കുന്നതെന്നനുസരിച്ച് നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ അതിലൂടെയുള്ള വെള്ളത്തിൻ്റെ ഫ്ലോ നമുക്ക് അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പം ഇവിടെ ഒരു എമിറ്റർ ബേസ് ജംഗ്ഷൻ ഉണ്ട്. ദിസ് ഈസ് EB ജംഗ്ഷൻ, ദിസ് ഈസ് എ CB ജംഗ്ഷൻ, കളക്ടർ ബേസ് ജംഗ്ഷൻ ഉണ്ട്. അപ്പം ഇതിലൂടെയുള്ള ഞാൻ പറഞ്ഞു ഇതിലൂടെയുള്ള കറണ്ടിൻ്റെ ഫ്ലോ കൺട്രോൾ ചെയ്യുന്ന EB ജംഗ്ഷൻ ഫോർവേഡ് ബയസ് ആണോ, കളക്ടർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസ് ആണോ, ഇത് റിവേഴ്സ് ബയാസ് ആണോ, ഈ ജംഗ്ഷനുകൾ ഫോർവേഡ് ബയാസ് ആണോ റിവേഴ്സ് ബയാസ് ആണോ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിലൂടെയുള്ള കറണ്ടിൻ്റെ ഫ്ലോ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയസ് ആക്കാം, കളക്ടർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസ് ആക്കാം, അല്ലെങ്കിൽ എമിറ്റർ ബേസ് ജംഗ്ഷൻ ഈ രണ്ട് ജംഗ്ഷൻ റിവേഴ്സ് ബയാസ് ആക്കാം, അല്ലെങ്കിൽ ഒരു ജംഗ്ഷൻ ഫോർവേഡ് ബയാസ് ആക്കാം, ഒരു ജംഗ്ഷൻ റിവേഴ്സ് ബയാസ് ആക്കാം. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം ഇതിലൂടെയുള്ള കറണ്ടിൻ്റെ ഫ്ലോയ്ക്ക് അത് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഏതൊക്കെ ജംഗ്ഷൻ എങ്ങനെയൊക്കെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഇറ്റ്സ് വെരി ഫണ്ടമെൻ്റൽ. ഈ കാര്യങ്ങൾ അറിയാതെ നിങ്ങൾക്ക് ട്രാൻസിസ്റ്ററിൻ്റെ പ്രോബ്ലംസ് ഫുള്ളി അവെയർ ആയിട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഓക്കെ, സോ ഇഫ് വി ഹാവ് എമിറ്റർ ബേസ് ജംഗ്ഷൻ ആൻഡ് കളക്ടർ ബേസ് ജംഗ്ഷൻ, രണ്ട് ജംഗ്ഷനുകളുണ്ട്. അത് രണ്ടും ഫോർവേഡ് ബയാസ് ആക്കുകയാണെന്ന് വിചാരിക്കുക. രണ്ടും ഫോർവേഡ് ബയാസ് രണ്ട് ഫോർവേഡ് ബയാസ് ആക്കുകയാണ്. അപ്പോൾ അത് ഓപ്പറേറ്റ് ചെയ്യുന്ന റീജിയൻ ഓഫ് ഓപ്പറേഷൻ എന്താണ്, അതിൻ്റെ ആപ്ലിക്കേഷൻ എന്താണ്, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ആപ്ലിക്കേഷനിൽ ഉപയോഗിക്കാം എന്നാണ് പറയുന്നത്. അപ്പം രണ്ട് ഫോർവേഡ് ബയാസ് ആണെങ്കിൽ ആ റീജിയനെയാണ് നമ്മൾ സാച്ചുറേഷൻ റീജിയൻ എന്ന് പറയുന്നത്. ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് സ്വിച്ചിങ് ആപ്ലിക്കേഷൻ. നമ്മൾ ട്രാൻസിസ്റ്റർ ഡിജിറ്റൽ സർക്യൂട്ട് റിയലൈസ് ചെയ്യാനായിട്ട് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡിജിറ്റൽ സർക്യൂട്ട് റിയലൈസ് ചെയ്യുമ്പം സ്വിച്ച് ഓൺ ആണെന്നുള്ള അസംഷൻ എടുത്തു. സ്വിച്ച് ഓൺ ആണെങ്കിൽ കളക്ടറും എമിറ്ററും തമ്മിൽ ക്ലോസ്ഡ് സ്വിച്ച് പോലെയാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഡയറക്റ്റ് കണക്ഷൻ ഉണ്ട് എന്നുള്ള അസംഷനിലാണ് എടുത്തത്. ദർ ഈസ് നോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് between the collector and emitter. There is a direct current flow ആണ് സ്വിച്ച് ഓൺ ആണെന്നുള്ള കണ്ടീഷനിൽ എടുത്തത്. അപ്പോൾ സ്വിച്ച് ഓൺ ആപ്ലിക്കേഷനിലാണ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ ഈ ടാപ്പിംഗ് ഇത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടാപ്പ് കംപ്ലീറ്റ്ലി ഓൺ ആണെന്ന് വിചാരിക്കുക. കംപ്ലീറ്റ്ലി ഓൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് തുറന്നിട്ടേക്കുവാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ടാങ്കിൽ നിന്ന് കംപ്ലീറ്റ് വെള്ളം ഈ ബക്കറ്റിലേക്ക് പോകും. മാക്സിമം വാട്ടർ ഇതിലൂടെ ഫ്ലോ ചെയ്ത് ബക്കറ്റിലേക്ക് എത്തും, കളക്ടറിലേക്ക് റീച്ച് ചെയ്യും. ക്ലിയർ ആയല്ലോ? ആ റീജിയനെയാണ് നമ്മൾ സാച്ചുറേഷൻ റീജിയൻ എന്ന് പറയുന്നത്. അതായത് കംപ്ലീറ്റ്ലി ഓൺ ആണ്. ഇനി അതിനകത്ത് കൺട്രോൾ ചെയ്യാനൊന്നുമില്ല, കംപ്ലീറ്റ്ലി ഓൺ ആണ്. അപ്പോൾ കംപ്ലീറ്റ് കറണ്ട് അതിനകത്ത് പോകാൻ പറ്റുന്ന മാക്സിമം കറണ്ട്, അതുകൊണ്ടാണ് അതിന് സാച്ചുറേഷൻ റീജിയൻ എന്ന് പറയുന്നത്. മാക്സിമം കറണ്ട് ആ ട്രാൻസിസ്റ്ററിലൂടെ പോകാൻ പറ്റുന്നത്. അപ്പോൾ രണ്ട് ജംഗ്ഷനും ഫോർവേഡ് ബയാസ് ആക്കി, എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസ് ആക്കി, കളക്ടർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസ് ആക്കി. ഓക്കെ, അതുപോലെ തന്നെ എമിറ്റർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയാസ് ആക്കി, കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയാസ് ആക്കിയെങ്കിൽ ആ റീജിയനെയാണ് നമ്മൾ കട്ട് ഓഫ് റീജിയൻ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടാപ്പ് കംപ്ലീറ്റ്ലി ഓഫ് ആക്കുന്ന രീതിനെയാണ്. ഓക്കെ, നമ്മൾ ടാപ്പ് കംപ്ലീറ്റ്ലി ഓഫ് ആക്കി കഴിഞ്ഞാൽ ഇതിലൂടെ കറണ്ട് ഫ്ലോ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ രണ്ട് ജംഗ്ഷനും EB ജംഗ്ഷനും
സി ബി ജംഗ്ഷനും റിവേഴ്സ് ബയാസ് ആണെങ്കിൽ അതിലൂടെ കറണ്ട് ഫ്ലോ ഒട്ടും തന്നെ ഉണ്ടാവില്ല. ആ റീജിയനെയാണ് സ്വിച്ച് ഓഫ് ആണെന്ന് പറഞ്ഞത്, അതായത് ഓഫ് കണ്ടീഷനിലായിരിക്കും ഉള്ളത്. ഓക്കെ, ഇനി എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസ് ആക്കാം, കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയാസ് ആക്കാം. ആ റീജിയനെയാണ് നമ്മൾ ആക്റ്റീവ് റീജിയൻ എന്ന് പറയുന്നത്. ആക്റ്റീവ് റീജിയനിലാണ് ആംപ്ലിഫയർ ആയിട്ട് യൂസ് ചെയ്യുക. ഓക്കെ, ഈ ട്രാൻസിസ്റ്റർ കൺസ്ട്രക്ട് ചെയ്തത്, ട്രാൻസിസ്റ്റർ ഡെവലപ്പ് ചെയ്തത് തന്നെ ആംപ്ലിഫിക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, നമുക്കറിയാം ഇനീഷ്യലി ഈ ട്രാൻസിസ്റ്റർ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ വാക്യൂം ട്യൂബ്സ്, ട്രയോഡ്സ്, അതുപോലത്തെ ഡിവൈസുകളാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഈ വാക്യൂം ട്യൂബിലൊക്കെ നമുക്കറിയാം വളരെ ഹൈ ഒരു എനർജി കൊടുത്തിട്ടാണ് അതിൽ ഈ അയൺസ് ഒക്കെ വെച്ചിട്ടാണ് കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഹൈ എനർജി ഡിവൈസ് ആയിരുന്നു അതെല്ലാം. അപ്പം അത് വെച്ചിട്ടാണ് നമ്മൾ കറണ്ടൊക്കെ കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പം അതിന് പകരമാണ് നമ്മൾ ട്രാൻസിസ്റ്റർ കണ്ടുപിടിച്ചത്. ട്രാൻസിസ്റ്റർ ഈസ് എ വെരി സ്മോൾ ഡിവൈസ്. അപ്പം ട്രാൻസിസ്റ്ററിനെ അന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഈ PSCയുടെ ഒക്കെ ക്വസ്റ്റ്യൻ അത്ഭുത ബാലൻ എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇറ്റ്സ് എ വണ്ടർ ബോയ് എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് ട്രാൻസിസ്റ്ററിനെ. കാരണം അത് വളരെ കുഞ്ഞൊരു ഡിവൈസാണ്. ആ കുഞ്ഞു ഡിവൈസ് കൊണ്ട് അതിലൂടെയുള്ള കറണ്ടിൽ മൊത്തം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസ് ആയിരുന്നു ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത്. നമുക്കറിയാം ഈ വാക്യൂം ട്യൂബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബൾക്കി ആയിട്ടുള്ള ഡിവൈസാണ്. അത് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് അതിലൂടെയുള്ള അയോണിൻ്റെ ഉള്ള ഫ്ലോയൊക്കെ ഹീറ്റിംഗ് എലമെൻറ്റുകളൊക്കെ വെച്ചിട്ടായിരുന്നു ഇത് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ഗൺ പോലെ, അയൺ ഗൺ പോലെയൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അത് ഇറ്റ്സ് വെരി കോംപ്ലിക്കേറ്റഡ് തിങ്. ഓക്കെ, അപ്പം ഈ റീജിയൻ, ആക്റ്റീവ് റീജിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടാപ്പ് എന്ന് പറയുന്നത് കുറച്ച് ഓണാണ്. ഈ ബി ജംഗ്ഷൻ ഫോർവേഡ് ബയാസ് ആക്കി കുറച്ച് ഓണാക്കി വെച്ചിരിക്കുകയാണ്. ആ കുറച്ച് ഓണാക്കി വെച്ചിരിക്കുന്നത് കാരണം അതിലൂടെയുള്ള വാട്ടർ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതായത് കംപ്ലീറ്റ്ലി ഓണും അല്ല, കംപ്ലീറ്റ്ലി ഓഫും അല്ല, കുറച്ച് ഓണാണ്. അപ്പോൾ അത് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അതിലൂടെയുള്ള ആ ഓണിങ് ഇത് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലൂടെയുള്ള കറണ്ട് ഫ്ലോ, ഇതിലൂടെയുള്ള വാട്ടർ ഫ്ലോ കൺട്രോൾ ചെയ്യുന്ന പോലെ തന്നെ ഇതിലൂടെയുള്ള കറണ്ടിൻ്റെ ഫ്ലോ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പം അതിന് വേണ്ടിയിട്ട് എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസ് ആക്കണം, കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയാസ് ആക്കുകയും ചെയ്യണം. ഓക്കെ, ഇതാണ് അതിൻ്റെ ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള. അപ്പോൾ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ആക്റ്റീവ് റീജിയനിൽ വർക്ക് ചെയ്യണം. അപ്പം ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ട്രാൻസിസ്റ്റർ എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസ് ആക്കുകയും കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയാസ് ആക്കുകയും ചെയ്യണം. അപ്പോൾ ലീനിയർ റീജിയനിൽ ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ആക്റ്റീവ് റീജിയനിൽ മാത്രമാണ് ട്രാൻസിസ്റ്റർ ലീനിയർ റീജിയനായിട്ട് വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, ലീനിയർ റീജിയനിൽ വർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഈ ടാപ്പ് അല്ലെങ്കിൽ ബേസിനകത്ത് നമ്മളൊരു സിഗ്നൽ കൊടുക്കുകയാണ്, ഇൻപുട്ട് സിഗ്നൽ കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. ആ ഇൻപുട്ട് സിഗ്നലിനനുസരിച്ച് ഉള്ള ഒരു ഫ്ലോ ആയിരിക്കും ഇതിലൂടെ ഉണ്ടാവും. അപ്പോൾ ഇൻപുട്ട് സിഗ്നലിനനുസരിച്ച് ഒരു കറണ്ട് ഫ്ലോ അല്ലെങ്കിൽ ഒരു വാട്ടർ ഫ്ലോ ഉണ്ടാവുന്ന കാരണം ഈ വാട്ടർ ഒരു വലിയൊരു ടാങ്ക് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിലൂടെയുള്ള ഫ്ലോ എന്ന് പറയുന്ന ഒരു വലിയ ഫ്ലോ ആയിരിക്കും. ആ വലിയ ഫ്ലോയിനെ കൺട്രോൾ ചെയ്യുന്ന ഈ സ്മോൾ സിഗ്നൽ, ഈ സ്മോൾ ടാപ്പിൽ അപ്ലൈ ചെയ്യുന്ന ഒരു ഫോഴ്സ് മൂലം, ഒരു സിഗ്നൽ മൂലമായിരിക്കും. അപ്പോൾ അതിനർത്ഥം എന്താ, ഒരു സ്മോൾ സിഗ്നല് ഒരു വലിയ സിഗ്നലിനെയാണ് കൺട്രോൾ ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ ആംപ്ലിഫിക്കേഷൻ അച്ചീവ് ചെയ്യുന്നത് ഇതിനകത്ത്. ഓക്കെ, നിങ്ങൾക്ക് ആ ഐഡിയ ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്. അപ്പം ഇതാണ് ഒരു ട്രാൻസിസ്റ്ററിൻ്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള ഒരു ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്ന ട്രാൻസിസ്റ്റർ കോൺഫിഗറേഷനാണ്. നമുക്ക് ട്രാൻസിസ്റ്റർ ഇങ്ങനെ എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസ് ആക്കാനും, കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയാസ് ആക്കാനും, അല്ലെങ്കിൽ ഫോർവേഡ് ബയാസ് ആക്കാനും, ഈ ജംഗ്ഷൻസ് ഫോർവേഡ് ബയാസ് ആക്കാനും റിവേഴ്സ് ബയാസ് ആക്കാനും നമുക്ക് എക്സ്റ്റേണൽ ബയാസിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു DC സിഗ്നൽ നമ്മൾ അപ്ലൈ ചെയ്ത് ഈ ട്രാൻസിസ്റ്ററിനെ ഇങ്ങനെ ഫോർവേഡ് ബയാസും റിവേഴ്സ് ബയാസ് ഒക്കെ ആക്കി വെക്കണം ഈ ജംഗ്ഷൻസിനെ. അപ്പോൾ അതിനെയാണ് നമ്മൾ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ ബയാസിങ് ഡിഫറെൻറ്റ് രീതിയിലാക്കാനായിട്ടുള്ള DC സിഗ്നൽ കൊടുക്കുന്നതിനെയാണ് നമ്മൾ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ട്രാൻസിസ്റ്റർ 3 ടൈപ്പ് കോൺഫിഗറേഷൻ ഉണ്ട്. കോമൺ ബേസ് കോൺഫിഗറേഷൻ ഉണ്ട്, CB.
കോമൺ ബേസ്. കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ഉണ്ട്. emitter C. Then we can common collector configuration ഉണ്ട്. ഇത്രയും ടൈപ്പ് കോമൺ ബേസ് കോൺഫിഗറേഷൻ ഉണ്ട്, കോമൺ എമിറ്റർ ഉണ്ട്, കോമൺ കളക്ടർ ഉണ്ട്. ഈ കോമൺ ബേസ്, കോമൺ എമിറ്റർ, കോമൺ കളക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പിന്ന് കോമൺ ആക്കി വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കോൺഫിഗറേഷനാണ്, ബയാസിങ് കോൺഫിഗറേഷനെയാണ് ഇങ്ങനെ പറയുന്നത്. അപ്പം ഇനിയിപ്പം കോമൺ ബേസ് ഉണ്ട്, കോമൺ എമിറ്റർ ഉണ്ട്, കോമൺ കളക്ടർ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എമിറ്റർ കോമൺ ആക്കുന്നതിന്, ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും കോമൺ ആക്കുന്നതിനെയാണ് എമിറ്റർ എന്ന് പറയുന്നത്. ബേസ് കോമൺ ആക്കുന്നതിനെയാണ് കോമൺ ബേസ് എന്ന് പറയുന്നത്. കളക്ടർ കോമൺ ആക്കുന്നതിനെയാണ് കോമൺ കളക്ടർ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ബിഫോർ ദാറ്റ് ഞാനൊരു ഇതിൻ്റെ അകത്ത് ജസ്റ്റ് ഒരു കൺസ്ട്രക്ഷൻ വരയ്ക്കാം. ട്രാൻസിസ്റ്ററിൻ്റെ കൺസ്ട്രക്ഷൻ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് രണ്ട് PN ജംഗ്ഷൻ കൂടിയതാണെന്ന് ഞാൻ പറഞ്ഞു. കൺസിഡർ ദിസ് റീജിയൻ ഈസ് എമിറ്റർ, consider this region is base and this region is collector. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഓക്കെ, സോ എമിറ്റർ റീജിയൻ ഈസ് വെരി ഹൈലി ഡോപ്ഡ് ആണെന്നാണ് പറയുന്നത്. അപ്പം കൺസിഡർ NPN ട്രാൻസിസ്റ്റർ ആണെന്ന് വിചാരിക്കുക. NPN ട്രാൻസിസ്റ്റർ വെരി ഹൈലി ഡോപ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ വളരെ കൂടുതലാണ്. സോ ഇറ്റ് ഹാസ് ലാർജ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ കൂടി കഴിഞ്ഞാൽ N ടൈപ്പ് ആയ കാരണം ലാർജ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇതിനകത്തുണ്ട്. ഓക്കെ, ഞാൻ ഈ ഡോട്ട് ഇട്ടിരിക്കുന്നതൊക്കെ ഇലക്ട്രോൺസ് ആണ്. ഇങ്ങനെ ലാർജ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇതിൻ്റെ ഉള്ളിലുണ്ട് N ടൈപ്പ് റീജിയൻ. ആൻഡ് ഇൻ P ടൈപ്പ് റീജിയൻ ഈസ് വെരി ലൈറ്റ്ലി ഡോപ്ഡ് ആൻഡ് ദർ ഈസ് only few holes in base region and its size is very small. അതിൻ്റെ സൈസും വളരെ സ്മോൾ ആണ്. ആൻഡ് കളക്ടർ റീജിയൻ ഈസ് മോഡറേറ്റ്ലി ഡോപ്ഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് മോഡറേറ്റ് നമ്പർ ഓഫ് ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ ഉണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പം നമ്മൾ സാധാരണ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എമിറ്റർ ബേസ് ജംഗ്ഷൻ, ഇപ്പോൾ കോമൺ ബേസ് ആണെങ്കിൽ ദിസ് ബേസ് ഈസ് കോമൺ ടു ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. അപ്പം ഞാൻ ഇവിടെയാണ് ഇൻപുട്ട്, എമിറ്റർ ബേസ് ജംഗ്ഷനിലാണ് ഇൻപുട്ട് കൊടുക്കുന്നത്, കളക്ടർ ബേസ് ജംഗ്ഷനിലാണ് ഔട്ട്പുട്ട് എടുക്കുന്നതെങ്കിൽ കോമൺ ബേസ് ആയി. കാരണം ബേസ് ഈസ് കോമൺ ടു ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. ഓക്കെ, ഇപ്പം ഞാനൊരു കോമൺ ബേസ് കോൺഫിഗറേഷനാണ് വരയ്ക്കാൻ പോകുന്നത്. ഇപ്പോൾ കോമൺ ബേസ് കോൺഫിഗറേഷനിൽ ഞാനിപ്പം ഇതെല്ലാം ഞാൻ ഇപ്പോൾ വരയ്ക്കാൻ പോകുന്നത് ആക്റ്റീവ് റീജിയനിൽ വർക്ക് ചെയ്യാനാണ്. കാരണം ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് മെയിൻലി ആക്റ്റീവ് റീജിയനിൽ വർക്ക് ചെയ്യാനായിട്ടുള്ള ഡിവൈസ് ആണ്. കാരണം ആംപ്ലിഫിക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് ട്രാൻസിസ്റ്റർ കണ്ടുപിടിച്ചത് തന്നെ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. സോ എമിറ്റർ ബേസ് ജംഗ്ഷൻ ഷുഡ് ബി ഇൻ ഫോർവേഡ് ബയാസ്. സോ എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസ് ആണെങ്കിൽ Nൽ നെഗറ്റീവ് കൊടുക്കണം, Cയിൽ പോസിറ്റീവ് കൊടുക്കണം. സോ ദിസ് ഈസ് എമിറ്റർ ബേസ് ജംഗ്ഷൻ ഈസ് ഫോർവേഡ്. കാരണം Nൽ നെഗറ്റീവ് കൊടുത്തു, Pയിൽ പോസിറ്റീവ് കൊടുത്തു. ഇനി കളക്ടർ ബേസ് ജംഗ്ഷൻ ഷുഡ് ബി ഇൻ റിവേഴ്സ് ബയാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ Nൽ പോസിറ്റീവ് കൊടുക്കണം, Bയിൽ നെഗറ്റീവ് കൊടുക്കണം. സോ ദിസ് ഈസ് എ കോമൺ ബേസ് കോൺഫിഗറേഷൻ. ഓക്കെ, ദിസ് ഈസ് എ കോമൺ ബേസ് കോൺഫിഗറേഷൻ. അപ്പോൾ ഈ എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസ് ആയ കാരണം ആൻഡ് ഇറ്റ്സ് കൺസിഡർ എ വേരിയിങ് സിഗ്നൽ ഈസ് അപ്ലൈ. അപ്പം ഈ ജംഗ്ഷനെ മാത്രം എടുക്കുക, ഈ ജംഗ്ഷനെ എടുക്കണ്ട, കളക്ടർ ബേസ് ജംഗ്ഷൻ എടുക്കണ്ട. ഇത് ഫോർവേഡ് ബയാസ് ആയി കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് എ ഡയോഡ്, ഒരു ഡയോഡ് പോലെയാണ്. ഇതൊരു PN ജംഗ്ഷൻ ആണ്. ആ PN ജംഗ്ഷനിൽ ഒരു ഡയോഡ് പോലെയാണ്. അപ്പോൾ ആ ഡയോഡിൻ്റെ കോൺഫിഗറേഷൻ എന്താണ്? ഇപ്പോൾ 0.7 വോൾട്ടേജ് ആണ് കട്ട് ഇൻ വോൾട്ടേജ് എന്ന് വിചാരിക്കുക. സിലിക്കൺ ഡയോഡ് വെച്ചിട്ടാണുള്ള NPN ട്രാൻസിസ്റ്റർ ആണെങ്കിൽ 0.7 വോൾട്ടേജിന് ശേഷം ഇതിലൂടെ ഒരു ലാർജ് കറണ്ട് ഫ്ലോ ഉണ്ടാവും അല്ലേ? ഈ ജംഗ്ഷനിലൂടെ ഒരു ലാർജ് കറണ്ട് ഫ്ലോ ഉണ്ടാവും. അതായത് ആ കറണ്ടിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും കറണ്ടിൻ്റെ ഫ്ലോ ഉണ്ടാവുക. ഇപ്പോൾ ഈ ജംഗ്ഷൻ കൺസിഡർ ചെയ്യുന്നില്ല, ഞാൻ ഈ ജംഗ്ഷൻ മാത്രമാണ്, എമിറ്റർ ബേസ് ജംഗ്ഷൻ മാത്രമാണ്
കൺസിഡർ ചെയ്യുന്നുള്ളൂ എന്ന് വിചാരിക്കുക. ഓക്കെ, കാരണം എന്താ, ഇവിടുത്തെ ഡിപ്ലീഷൻ വിഡ്ത്തിനെ ഓവർകം ചെയ്യാവുന്ന ഒരു പൊട്ടൻഷ്യൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലൂടെ ഒരു ലാർജ് കറണ്ട് ഫ്ലോ ഉണ്ടാവും. ഇറ്റ്സ് സിംപ്ലി ലൈക്ക് എ ഡയോഡ്. ഓക്കെ, ഇനി ഈ കളക്ടർ ബേസ് ജംഗ്ഷൻ ഇനീഷ്യലി റിവേഴ്സ് ബയാസ് ആണ്. ഓക്കെ, ഇനീഷ്യലി റിവേഴ്സ് ബയാസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അർത്ഥം, ഇതിലൂടെ കറണ്ട് ഫ്ലോ ഒന്നുമില്ല. കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത് വളരെ സ്മോൾ കറണ്ട് ഫ്ലോ മാത്രമേ ഉള്ളൂ. ആ സ്മോൾ കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത് എന്താണ്, അത് റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ടാണ്. ഓക്കെ, ഇവിടെ അപ്പോൾ ഒരു ഡിപ്ലീഷൻ ലെയർ ഉണ്ടാവും അല്ലേ, ഇനി ഒരു ഡിപ്ലീഷൻ ലെയർ ഇതിനകത്തുണ്ടാവും. ഓക്കെ, ഫൈൻ. അപ്പോൾ ഇപ്പൊ ഇതിലൂടെയുള്ള കറണ്ട് ഫ്ലോ, ഇത് റിവേഴ്സ് ബയാസ് ആയ കാരണം ഇതിലൂടെയുള്ള ഒരു I0 എന്ന് പറഞ്ഞ കറണ്ട് ഫ്ലോ, റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് മാത്രമാണ് ഇങ്ങനെ ഫ്ലോ ചെയ്യൂ. ഓക്കെ, ബട്ട് ഇനി ഈ ജംഗ്ഷൻ ഇല്ലാത്ത കേസിലാണ് ഞാൻ പറയുന്നത്. ഈ ജംഗ്ഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ ഈ സിഗ്നൽ അപ്ലൈ ചെയ്യാത്തപ്പോൾ ഞാൻ ഇവിടെ ഒരു വേരിയിങ് വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ only I0 കറണ്ട് വിൽ ഫ്ലോ. അപ്പോൾ ഇവിടുത്തെ കറണ്ട് എന്ന് പറയുന്നത് ഒരു റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് മാത്രമാണ് ഇതിനകത്ത് പോവുള്ളൂ. അപ്പം ഞാൻ ഇതിനകത്ത് വോൾട്ടേജ് വേഴ്സസ് കറണ്ട് ഫ്ലോ വരച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഇരിക്കും എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കൺസിഡർ VCE വേഴ്സസ് IC. IC എന്ന് പറയുന്നത് കളക്ടറിലൂടെ പോകുന്ന കറണ്ടിനാണ് IC എന്ന് പറയുന്നത്. IC എന്ന് പറയുന്നത് ഇപ്പോൾ പോകുന്നത്, ഇപ്പം ഞാനിവിടെ വോൾട്ടേജ് ഒന്നും കൊടുക്കുന്നില്ല, ഈ ജംഗ്ഷൻ 0 ആണ് ആക്കിയാണ് വെച്ചിരിക്കുന്നതെങ്കിൽ only a റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് വിൽ ഫ്ലോ. I0 എന്ന് പറയുന്നത് റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് ആയിരിക്കും. I0 when there is IB0 എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇതിലൂടെ കറണ്ടൊന്നും പോകുന്നില്ലാത്തപ്പോൾ ഈ കറണ്ട് IB0 ആയി കഴിയുമ്പോൾ, ഈ കറണ്ട് 0 ആയി കഴിയും, അതായത് ഈ ജംഗ്ഷനിൽ ഞാൻ സിഗ്നലൊന്നും അപ്ലൈ ചെയ്യുന്നില്ലെങ്കിൽ only the reverse saturation current will flow. It depends upon the minority carriers. Minority carriers എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഹോൾ ഉണ്ടാവും, ഇതിനകത്ത് ഇലക്ട്രോണും ഉണ്ടാവും, ഈ P റീജിയനിൽ ഇലക്ട്രോണും ഉണ്ടാവും. That will increase depending upon the temperature. ടെമ്പറേച്ചർ കൂടി കഴിഞ്ഞാൽ ഈ സാച്ചുറേഷൻ കറണ്ട് കൂടും. ഇനിയിപ്പം ഞാൻ ഇതിനകത്ത് ഒരു ഫോർവേഡ് ബയാസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്, ഇങ്ങനെ ഒരു ഫോർവേഡ് ബയാസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൺസിഡർ, ഞാൻ കുറച്ച് നമ്പേഴ്സ് ഇടാൻ നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട്, 100 നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് പോവുകയാണെന്ന് വിചാരിക്കുക. ഈ ജംഗ്ഷൻ ക്രോസ് ചെയ്ത് ഇവിടെ എത്തി. ഇവിടെ ആകെ ഉള്ളത് 3 ഹോൾസേ ഉള്ളൂ അല്ലേ, 3 ഹോൾസുമായിട്ട് റീകമ്പിനേഷൻ നടത്താനുള്ള ഹോൾസേ ഈ ബേസ് റീജിയനിലുള്ളൂ. ബാക്കി 97 ഇലക്ട്രോൺസ് എന്ത് ചെയ്യുക, അപ്പം 3 ഹോൾസുമായിട്ട് ഇലക്ട്രോൺ റീകോമ്പിനേഷൻ ചെയ്യുമ്പം ആ കറണ്ട് മാത്രമാണ് ഈ IBയിലൂടെ ഫ്ലോ ചെയ്യുള്ളൂ. ഓക്കെ, ബാക്കിയുള്ള 97 ഇലക്ട്രോൺസ് ഇവിടെ ബേസ് റീജിയനിലെത്തി. ഈ ബേസ് റീജിയൻ്റെ സൈസ് വളരെ സ്മോൾ ആയ കാരണം ഈ ഡിപ്ലീഷൻ ലെയറിലേക്കായിരിക്കും ഇത് എത്തുന്നത്. ഈ ഡിപ്ലീഷൻ ലെയറിലേക്ക് എത്തുമ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ, ഈ ഡിപ്ലീഷൻ ഈ P റീജിയനിൽ ഇതെന്ന് പറയുന്നത് മൈനോറിറ്റി കാരിയേഴ്സ് ആണ്. സോ ഈ മൈനോറിറ്റി കാരിയേഴ്സ് കൂടും ഡിപ്പെൻഡിങ് അപ്പോൺ ദി എത്ര നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് ഇങ്ങോട്ട് സപ്ലൈ ചെയ്യുന്നത്. only 3 ഇലക്ട്രോൺസ് വില്ല് റീകോമ്പിൻ. അപ്പം 3 ഇലക്ട്രോൺസ് റീകോമ്പൈൻ ചെയ്യുന്ന 3 ഇലക്ട്രോൺസ് ആണ് ഇങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്യുള്ളൂ. ബാക്കി 97 ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, ഈ റീജിയനിലേക്ക് പോകും. ആ 97 ഇലക്ട്രോൺസ് ഈ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് കൂട്ടാനായിട്ട് ഉതകും. ഓക്കെ, സോ ഈ 97 ഇലക്ട്രോൺസ് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്താണ്, ഇവിടെ പോസിറ്റീവ് ചാർജ് ആണ് ഉള്ളത്. സോ ആ പോസിറ്റീവ് ചാർജ് മൂലം ഈ 97 ഇലക്ട്രോൺസ് ഇങ്ങോട്ട് പോകും. ആ 97 ഇലക്ട്രോൺസ് ഇങ്ങോട്ട് പോയ കാരണം IC കറണ്ട് കൂടും. സോ ഞാനിപ്പോൾ ഒരു കോൺസ്റ്റന്റ് ഒരു IB കറണ്ട് കൊടുത്തു, ഒരു 10 മൈക്രോ ആംബിയർ IB കറണ്ട് കൊടുത്തു എന്ന് വിചാരിക്കുക. ഇവിടെ ഫോർവേഡ് ബയാസ് കൊടുത്തു 10, ഇനീഷ്യലി IB 0 ആയിരുന്നു, ഇനി 10 മൈക്രോ ആംബിയർ IB കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ 100 ഇലക്ട്രോൺ ഇങ്ങോട്ട് വന്നു, 3 ഇലക്ട്രോൺ മാത്രം ഇവിടെ റീകമ്പൈൻ ചെയ്തു. അപ്പം 3 മൈക്രോൺ ആണെന്ന് വിചാരിച്ചു, 3 ഹോളും ഇലക്ട്രോണും റീകമ്പൈൻ ചെയ്യുമ്പോൾ 3 മൈക്രോൺ ആണ് IB കറണ്ട് ഉണ്ടാവുന്നതെന്ന് വിചാരിച്ചോളൂ. ഫോർ എക്സാമ്പിൾ അങ്ങനെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ I will have a current like this at IB 3 മൈക്രോ ആംബിയർ. ഞാൻ ഫോർ എക്സാമ്പിൾ 10 മൈക്രോ ആംബിയർ എന്ന് എടുക്കുകയാണ്, നമ്പേഴ്സിൻ്റെ എളുപ്പത്തിന് വേണ്ടി. 10 മൈക്രോ ആംബിയറിൽ IC will be like this. ബട്ട് ഈ IC എന്ന് പറയുന്നത് റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് തന്നെയാണ്.
ഓക്കെ, ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇത് മൈനോറിറ്റി കാരിയേഴ്സ് ആണ്. ഈ പോസിറ്റീവ് റീജിയനിൽ വരുന്ന ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് മൈനോറിറ്റി കാരിയേഴ്സ് ആണ്. ആ മൈനോറിറ്റി കാരിയേഴ്സ് ഈ ഡിപ്ലീഷൻ റീജിയനിൽ എത്തിയ കാരണം ഉണ്ടാവുന്ന ഐ സി ആണ്. അപ്പോൾ 97 ഇലക്ട്രോൺസും ഇങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ ആ ഇലക്ട്രോൺസ് ഇവിടെ പോസിറ്റീവ് ചാർജ് മൂലം ഇങ്ങോട്ടേക്ക് പോയി. സോ ഐ സി കറണ്ട് വിൽ ബി ഫ്ലോ ത്രൂ ദിസ്. സോ ഐ ബി കറണ്ട് ഫ്ലോ ത്രൂ ദിസ് ആൻഡ് സോ ദ ഐ ഇ കറണ്ട് ഈ ഫ്ലോ ത്രൂ ദിസ് ഡയറക്ഷൻ. കാരണം എന്താ, ഇലക്ട്രോൺസ് ഇങ്ങോട്ടാണ് പോകുന്നതെങ്കിൽ കറണ്ടിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും. ഇലക്ട്രോൺസ് എമിറ്റർ റീജിയനിൽ നിന്നാണ് സപ്ലൈ ചെയ്യുന്നത്. സോ കറണ്ടിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും. അപ്പോൾ ഈ ജംഗ്ഷൻ നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഐ സി കറണ്ട് ഈസ് ഈക്വൽ ടു, ഈ ഐ സി എന്ന് പറയുന്നത്, ഇവിടെ ഐ സി ഉണ്ട്, ഇവിടെ ഐ ബി ഉണ്ട്, ഇവിടെ ഐ ഉണ്ട്. ഇവിടെയാണ് 100 ഇലക്ട്രോൺസ് ഇങ്ങോട്ട് പോയി, 97 ഇലക്ട്രോൺസ് ഇങ്ങോട്ട് വന്നു. സോ this direction is like this. Okay, because ഇലക്ട്രോൺസിന്റെ ഫ്ലോ ഇങ്ങോട്ടാണ്, സോ കറണ്ടിന്റെ ഫ്ലോ ഇങ്ങോട്ടാണ്. സോ ഫ്രം ദിസ് പോയിന്റ് ഓഫ് വ്യൂ we can know that IE, emitter current, is the sum of collector current and the base current. Okay, കാരണം എന്താ, 100 ഇലക്ട്രോൺസ് ഇങ്ങോട്ട് ചെന്നു, 3 ഇലക്ട്രോൺസ് മാത്രം റീകമ്പൈൻ ചെയ്ത് ഇങ്ങോട്ടേക്ക് പോയി, 97 ഇലക്ട്രോൺസ് ഇങ്ങോട്ട് പോകുന്നു. സോ ദിസ് 100 is equal to 97 plus 3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എമിറ്റർ കറണ്ട് ഈസ് ഈക്വൽ ടു കളക്ടർ കറണ്ട് പ്ലസ് ബേസ് കറണ്ട് എന്നാണ് വരുന്നത്. ഓക്കെ, ക്ലിയർ. സോ അപ്പം ഈ ഐ ബി കറണ്ട് വേരി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ സി വിൽ വേരി. ഇറ്റ്സ് നോട്ട് ഡിപ്പെൻഡിങ് അപ്പോൺ ദിസ് വോൾട്ടേജ്. അപ്പോൾ ഈ വോൾട്ടേജ് ജസ്റ്റ് റിവേഴ്സ് ബയാസ് ആക്കി വെക്കാനുള്ളൊരു വോൾട്ടേജ് മാത്രമാണ്. ഇനി എന്താണ് ഇതിനോടുള്ള കറണ്ടിന്റെ ഫ്ലോ ചെയ്യുന്നത്, ഈ ഐ ബി കറണ്ട് കൂട്ടിയാൽ മതി. അപ്പോൾ ഐ ബി കൂട്ടണമെങ്കിൽ ഈ ഫോർവേഡ് ബയാസ് കൂട്ടണം, ഫോർവേഡ് ബയാസിന്റെ വോൾട്ടേജ് കൂട്ടിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഈ ഫോർവേഡ് ബയാസിന്റെ വോൾട്ടേജ് വേരി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ ബി കൂടും. ഐ ബി കൂടി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ സി എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. കാരണം എന്താ, ഈ ഐ ബി കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ സിയുടെ ഇതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം 10 മൈക്രോ ആംപിയർ ആണെങ്കിൽ ദിസ് ഈസ് ഇൻ ദ ഫോം ഓഫ് മില്ലി ആംപിയർ ലെവലിലായിരിക്കും ഇതിൻ്റെ കറണ്ട് ഫ്ലോ ഇൻക്രീസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ ആംപ്ലിഫിക്കേഷൻ, ഈ ഇതിനകത്ത് അതിൻ്റെ ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ എന്ന് പറയുന്നത് ഐ സി. ഇപ്പോൾ കോമൺ ബേസ് കോൺഫിഗറേഷൻ ആണ് എടുത്തത്. ഇവിടെ ഇൻപുട്ട് കറണ്ട് എന്ന് പറയുന്നത് ദിസ് കറണ്ട് ഈസ് ഐ ഇ ആണ്, ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറയുന്നത് ഐ സി ആണ്. സോ ഇതിൻ്റെ കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ എന്ന് പറയുന്നത് ഐ സി ഡിവൈഡഡ് ബൈ ഐ ഇ ആണ്. ഓക്കെ, സോ ഇൻ കോമൺ ബേസ് കോൺഫിഗറേഷൻ, കാരണം ഇൻപുട്ട് കൊടുക്കുന്നത് ഞാൻ ഇവിടെയാണ്, ഇൻപുട്ട് ഈസ് സപ്ലൈഡ് ഹിയർ, ഔട്ട്പുട്ട് ഈസ് ടേക്കൺ അക്രോസ് ദിസ് കളക്ടർ ആൻഡ് ബേസ്, ഇൻപുട്ട് ഈസ് സപ്ലൈഡ് അക്രോസ് ദിസ് എമിറ്റർ ആൻഡ് ബേസ്, ആൻഡ് ഔട്ട്പുട്ട് ഈസ് collected from collector and base. So this input current is IE, output current is IC. So the current gain in CB configuration is denoted by alpha, and it is equal to IC by I. And from that cross section view we know that IE is equal to IC plus IB, and IB comparatively small ആണ്. എന്നിരുന്നു കഴിഞ്ഞാലും ഇപ്പം so the alpha value is IC divided by IC plus IB. അത് കാരണം ആൽഫയുടെ വാല്യൂ, the current gain in common base configuration is less than 1. It's less than 1. It's in the range of alpha in the range of 0.9 to 0.99 generally in this range. 1-നും താഴെയായിരിക്കും, പക്ഷെ 1-ന് വളരെ താഴെയായിരിക്കും, ബിക്കോസ് ഐ ബി വാല്യൂ ഈസ് വെരി സ്മോൾ. ഐ ബി വാല്യൂ വളരെ സ്മോൾ ആയ കാരണം. ഓക്കെ, ഇനി എന്താണ് ഇതിന് ട്രാൻസ്ഫർ റെസിസ്റ്റർ എന്ന് പറയാനായിട്ടുള്ള കാരണം? ഇപ്പം ഞാനിപ്പോൾ ഇൻപുട്ടിനകത്ത് ഈ കേസിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഇൻപുട്ടിലൂടെയുള്ള കറണ്ട് ഫ്ലോ
എന്ന് പറയുന്നത് ഇപ്പം IE ആണെന്ന് പറഞ്ഞു. അതിലൂടെയുള്ള റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കൺസിഡർ R in. ഇത് ഔട്ട്പുട്ടാണ്. IC R out. നമുക്കറിയാം IB വളരെ സ്മോൾ ആയ കാരണം Iയും ICയും ഓൾമോസ്റ്റ് ഈക്വലൻ്റ് ആയിരിക്കും. ഓക്കെ, Iയും ICയും ഓൾമോസ്റ്റ് ഈക്വലൻ്റ് ആയിരിക്കും. ബട്ട് Rin ഈസ് വെരി സ്മോൾ. കാരണം എന്താ? Rin എന്ന് പറയുന്നത് Rin ഈസ് വെരി സ്മോൾ കമ്പയർഡ് ടു R out. ബിക്കോസ് Rin എന്ന് പറയുന്നത് ഇത് ഫോർവേഡ് ബയാസ് ആണ്. ഈ എമിറ്റർ ബേസ് ജംഗ്ഷൻ എന്ന് പറയുന്നത് ഫോർവേഡ് ബയാസ് ആയ കാരണം അതിൻ്റെ Rin എന്ന് പറയുന്നത് വളരെ സ്മോൾ ആണ്. മനസ്സിലായോ? കാരണം എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസ് ആയ കാരണം എമിറ്റർ ജംഗ്ഷനിലുള്ള റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ സ്മോൾ ആണ്. ഇവിടെ കളക്ടർ ബേസ് ജംഗ്ഷനിലുള്ള R out, അതായത് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് വളരെ വലുതാണ്. കാരണം എന്താണ്? അത് റിവേഴ്സ് ബയാസിലുള്ള കണ്ടീഷനിലുള്ള ജംഗ്ഷനാണ്. അതിൻ്റെ റെസിസ്റ്റൻസ് വളരെ വലുതാണ്. ബട്ട് ഇതിലൂടെ രണ്ടിലൂടെയും പോകുന്ന കറണ്ട് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഈക്വലൻ്റ് ആണ്, Iയും ICയും. കാരണം IB വളരെ സ്മോൾ ആയ കാരണം. സോ ദ ഔട്ട്പുട്ട് വോൾട്ടേജ് വിൽ ബി ഹയർ. ഇപ്പോൾ IE ആണ് ഇതിനകത്തുള്ള ഇൻപുട്ട് വോൾട്ടേജ്. IE ആണ്. IR എന്ന് പറയാം. ഔട്ട്പുട്ട് വോൾട്ടേജ് Vout എന്ന് പറയുന്നത് IC R out ആണ്. ഈ R ഔട്ടിൻ്റെ വാല്യൂ വളരെ വലുതായ IE ICയും കമ്പയറബിൾ ആണ്. IE ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു IE ആണ്. IE അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു IC ആണ്. സോ ദ Vout is very much higher than B. So this is how we can achieve amplification. Even the current gain is less than 1. In this case, the current gain is less than 1 ആണെങ്കിലും the voltage gain is very much higher in common base configuration because IE IC is almost equivalent, but Rin is very much lesser than R out because this is in forward bias resistance, this is a reverse bias resistance. So അതുകൊണ്ടാണ് ഈ ട്രാൻസിസ്റ്ററിന് ഈ പേര് വരെ വരാൻ കാരണം. ട്രാൻസ്ഫർ റെസിസ്റ്റർ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ഇൻപുട്ടിനെ ഔട്ട്പുട്ടിനും വെച്ചിട്ട് അതിൻ്റെ റെസിസ്റ്റൻസ് ട്രാൻസ്ഫർ ചെയ്യുന്നതുകൊണ്ടാണ് അതിന് ട്രാൻസ്ഫർ റെസിസ്റ്റർ എന്ന് പറഞ്ഞ പേര് തന്നെ വരുന്നത്. ഓക്കെ, ക്ലിയർ? സോ ബട്ട് ദ കറണ്ട് ഫ്ലോ വിൽ ബി സെയിം. ദാറ്റ്സ് വൈ വി ക്യാൻ അച്ചീവ് ആംപ്ലിഫിക്കേഷൻ ഇൻ കോമൺ ബേസ് കോൺഫിഗറേഷൻ. Okay, so output get amplified. Even this output current is not amplified, output voltage is amplified. This is about the common base configuration, and the current gain is lesser than 1 in this case, but it's very close to 0.9 or 0.99 depending upon the IB value. The IB value is very small. It's very much close to 1, this alpha value. Okay, this is about the common base configuration. Okay, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുന്നത് either it's in common base configuration or common emitter configuration. In common emitter configuration ആണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. പ്രോബ്ലംസ് വരുന്നു മിക്കതും തന്നെ കോമൺ എമിറ്റർ കോൺഫിഗറേഷനാണ്. അപ്പോൾ എമിറ്റർ കോമൺ ആക്കി വെച്ചുകൊണ്ട് ബേസും ഇൻപുട്ട് ബേസിൽ അപ്ലൈ ചെയ്യും, ഔട്ട്പുട്ട് കളക്ടറിൽ എടുക്കും. ഓക്കെ, സോ അതിൻ്റെ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത്. This is collector region, this is emitter region, this is base region. So this is base region and this is an NPN transistor. Current flow outward ആണ്. So this is N, this is P and this is again N. And here collector is positive, so collector base junction is reverse bias. Here base is positive, so this emitter base junction is forward bias. So this is in a active region,
and here the emitter is common to both input and output. Here I am given the input here, the output is taken across here, collector to emitter. This is, we can taken as ground. Okay, this output is taken across here and input is taken across here. Okay, so the input current is IB, output current is IC. So input current is IB, output current is IC. In this condition also, IC is equal to IC plus IB is IE, because here this is IB, this is IC, and IE is here. So this is inward current, this is inward current, this is outward current. So IC is IB plus IE. And so the amplification factor in common base configuration is generally denoted as, so the amplification factor is beta, is generally denoted as beta, is equal to IC by IB. IB is very small value, it's in the order of microampere, is small, in the order of microampere, and IC is large, in the order of milliampere. So the amplification factor is in the order of 100. It's like that. So generally beta value is very large, 50 to 500. It's in the range of 50 to 500. So അത്രയും ടൈംസ് നമുക്ക് വേരി ചെയ്യാൻ പറ്റും. ഇപ്പം 100 ആണെന്ന് വിചാരിക്കുക. ഇഫ് ബീറ്റ വാല്യൂ ഈസ് 100, അപ്പം ഞാനൊരു 10 മൈക്രോ ആംപിയർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് 1000 മൈക്രോ ആംപിയർ കിട്ടും, ദാറ്റ് ഈസ് 1 മില്ലി ആംപിയർ കിട്ടും. അപ്പോൾ 20 മൈക്രോ ആംപിയർ IB കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ ഗോട്ട് 2000 മൈക്രോ ആംപിയർ, ദാറ്റ് മീൻസ് 2 മില്ലി ആംപിയർ. അപ്പോൾ ഇൻപുട്ട് കറണ്ടിൽ ഒരു സ്മോൾ വേരിയേഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഔട്ട്പുട്ട് കറണ്ടിൽ ഒരു വലിയ വേരിയേഷൻ കിട്ടും. സോ ഔട്ട്പുട്ട് കറണ്ട് വിൽ ഓൾസോ വേരി. ഓക്കെ, സോ ദ ബീറ്റ വാല്യൂ ഈസ് IC by IB. Okay, this is equation 2. Consider here alpha value is IC by IE. This is equation 1. Okay, മിക്കപ്പോഴും നിങ്ങൾക്ക് പ്രോബ്ലം ചോദിക്കുന്നത് what is the relation between alpha and beta? ചിലപ്പോൾ പ്രോബ്ലത്തിൽ ആൽഫയുടെ വാല്യൂ തരും, ബീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കും. ചിലപ്പോൾ ബീറ്റയുടെ വാല്യൂ തരും, ആൽഫയുടെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കും. അപ്പോൾ അതിനൊരു റിലേഷൻ ഉണ്ട്, റിലേഷൻ ബിറ്റ്വീൻ ആൽഫ ആൻഡ് ബീറ്റ. എന്താണ് ആ റിലേഷൻ? കൺസിഡർ, നമുക്കറിയാം IE എന്ന് പറയുന്നത് ഏത് ട്രാൻസിസ്റ്റർ ആണെങ്കിൽ IC plus IB ആണ്. ഇത് ഇക്വേഷൻ 1. ഓക്കെ, consider this equation is divided by, all the equation is divided by, equation 1 is divided by IC. So IE by IC equal to IC by IC plus IB by IC. And also we know that IC by IE, what is IC by IE? IC by IE is alpha and IC by IB is beta, So this is simply 1 by alpha is equal to 1 by 1, IC by IC is 1 by beta. Okay, so from that alpha is simply beta divided by 1 plus beta, and it is clear. Why it is clear? Alpha value is always lesser than 1 and it is very compared to 1. Consider the beta value is 100
then alpha value is 100 by 101. That is, it's nearly 0.99 or something like that. Okay, so from that the beta value can be also calculated from this equation. This alpha divided by 1 minus alpha. Okay, consider beta value is 100. What is the alpha value? Consider alpha value is 0.9. What is the beta value? 0.99 divided by 1 minus 0.99. That means what is the value? 0.99 divided by 1 minus 0.99. That is 1 minus 0.99 is 0.01. So 0.99 divided by 0.01 is 99. Okay, it's like that. So ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് മാറിപ്പോകരുത്. എപ്പോഴും ബീറ്റയുടെ വാല്യൂ ഇറ്റ്സ് എ ഹയർ വാല്യൂ. ഇറ്റ്സ് എ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ. The beta value current gain is higher because it's IC by IB, and here the alpha value is always lesser than 1. It's very close to 1. Okay, so these two equation is very important while doing the problems. Okay, clear. So these are very fundamental. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് പ്രോബ്ലംസ് എല്ലാം ചെയ്യാൻ പറ്റും. I can give a problem. It's a previous year problem. After this problem we can share some more detail, because DC load line ഓടെ പറയാനുണ്ട്. ആ DC load line ഓടെ പറഞ്ഞു കഴിഞ്ഞാലാണ് ഈ ആംപ്ലിഫിക്കേഷൻ കറക്റ്റ് ആവുള്ളൂ. ഓക്കെ, അതിന് മുമ്പ് ഒരു പ്രോബ്ലം ചെയ്യാം. Consider VCE saturation. Voltage is 0.2 voltage and beta is 50. Okay, minimum value of IB required to drive the given transistor in saturation. Transistor in saturation. Okay, that is the question. This is a common emitter configuration, and this is plus 3 voltage, and this is 1 kilo ohm. This is grounded. This is a RB. This is a IB. Okay, this is the problem. ഇതായിരുന്നു ചോദിച്ച പ്രോബ്ലം. കൺസിഡർ VC saturation is 0.2 voltage. So saturation voltage is 0.2 voltage. VC saturation, what is the VCE? This is VCE. This is collector point, this is emitter point, and this is the base point. This is VCE, isn't it? So the VC saturation, while it is saturation, this voltage is 0.2. But in an ideal case, നമ്മൾ ideally പറയുമ്പോൾ VC saturation എന്ന് പറയുന്നത് 0 voltage ആണ്. കാരണം എന്താ? VC saturation എന്ന് പറഞ്ഞാൽ it will be act as a, when it is saturation, it will be act as a closed switch. Closed switch ആണെങ്കിൽ ഇതിനെ ക്രോസ് ആയിട്ട് വോൾട്ടേജ് ഒന്നും ഉണ്ടാവില്ല. But in practical case, even it is closed, it's like closed saturation എന്ന് പറഞ്ഞാൽ closed ആണെങ്കിലും there will be a drop. നമുക്കറിയാം, ഇപ്പോൾ ഡയോഡിൻ്റെ കേസിൽ നമ്മൾ ഐഡിയൽ ഡയോഡ് ആണെങ്കിൽ കട്ട് ഇൻ വോൾട്ടേജ് ആയ 0.7 വോൾട്ടേജ് എടുക്കില്ല. അല്ല, പ്രാക്ടിക്കൽ ഐഡിയൽ ഡയോഡിൽ 0.7 എടുക്കില്ല. ബട്ട് പ്രാക്ടിക്കലി ദർ വിൽ ബി എ കട്ട് ഇൻ വോൾട്ടേജ്, 0.7 വോൾട്ടേജ് കട്ട് ഇൻ വോൾട്ടേജ്. ആഫ്റ്റർ ദാറ്റ് ഇറ്റ് വിൽ ബി ആക്ട് ആസ് എ ക്ലോസ്ഡ് സ്വിച്ച്. ലൈക്ക് ദാറ്റ് ഇൻ ട്രാൻസിസ്റ്റർ ഓൾസോ
In saturation, there will be in ideal case there will be no saturation. VCE voltage will be 0 while it in saturation. There will be no drop. But in practical case, there will be a drop, 0.2 voltage drop. There will be a small voltage drop, and the beta is 50. Beta is the current gain factor. Consider this current is IC, and this current is IE, and this current is IB. So in this problem, we have to find the IB minimum value, IB minimum required to drive the transistor in saturation. Okay. എങ്ങനെ ഇത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും? ഈ പ്രോബ്ലത്തിൻ്റെ ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായി. ഇതുപോലത്തെ എല്ലാ പ്രോബ്ലംസും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ സൊല്യൂഷൻ, ഈ ലെറ്റ് ഐ അപ്ലൈ ദി KVL അറ്റ് ദിസ് ബ്രാഞ്ച്. ഈ ബ്രാഞ്ചിൽ KVL അപ്ലൈ ചെയ്യുകയാണ്. ഈ ബ്രാഞ്ചിൽ ഐ ആം അപ്ലൈയിങ് KVL. എന്ത് കിട്ടും? ഇവിടെ കൊടുക്കുന്നത് 3 വോൾട്ടേജ് ആണ് കൊടുക്കുന്നത്. അത് എവിടെയൊക്കെ ഡ്രോപ്പ് ആവുന്നുണ്ട്? IC ഇൻറ്റു RC ഇവിടെ ഡ്രോപ്പ് ആവുന്നുണ്ട്, പ്ലസ് ഇവിടെയും ഡ്രോപ്പ് ആവുന്നുണ്ട്, പ്ലസ് VCE സാച്ചുറേഷനിലാണെന്നാണ് പറയുന്നത്. സോ VCE സാച്ചുറേഷൻ ആയിട്ട് എടുത്തു. ഓക്കെ, ക്ലിയർ. ഈ ബ്രാഞ്ചിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ദിസ് 3 വോൾട്ടേജ് ഈസ് ഈക്വൽ ടു IC RC പ്ലസ് VCE, where RC is given as RC is 1 kilo ohm and VCE is given as, what is VCE? 0.2 voltage. Okay, 0.2 volt. So what is the value of IC? IC is equal to 3 minus 0.2 voltage divided by 1 kilo ohm. From that we know that this is 2.8 milliampere is IC. What is the value we have to find? The IB required, the minimum value of IB required. So what is IB and IC relation? We know that beta, this is common emitter configuration, is IC divided by IB. So we know that the IB, from that the IB is equal to IC divided by beta. Beta value is given as 50. So the IB value, what is the IB value? IB value is IC by beta, that is 2.8 by milliampere by 50. That is 56 microampere. So the minimum value of IB required to drive the transistor in saturation is 56 microampere. അപ്പോൾ ഈ 56 മൈക്രോആംപിയർ വന്നു കഴിഞ്ഞാൽ ട്രാൻസിസ്റ്റർ സാച്ചുറേഷനിലായി. ഇനി 56-ന് മേലെ എത്ര IB കൊടുത്തു കഴിഞ്ഞാലും ദിസ് ട്രാൻസിസ്റ്റർ ഇൻ സാച്ചുറേഷനിലായിരിക്കും. ഓക്കെ, സോ മാക്സിമം വാല്യൂ ടു അപ്ലൈ ടു ദ ബേസ് ഈസ് 56 microampere in this configuration. Okay, so the 56 microampere is the answer. Okay, consider this idea is clear. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക് ഇതിനകത്ത്? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ ഞാനിപ്പോൾ പറഞ്ഞ ഈ പ്രോബ്ലത്തിനകത്ത് ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഈ ട്രാൻസിസ്റ്ററിൻ്റെ കേസിൽ ഞാനിത് വളരെ സ്പീഡിലാണ് പറഞ്ഞത്. ആക്ച്വലി ട്രാൻസിസ്റ്ററൊക്കെ നമ്മൾ 3, 4, 5 ക്ലാസ് കണ്ടാണ് നമ്മൾ ട്രാൻസിസ്റ്റർ ഫുള്ള് കവർ ചെയ്യുന്നത്. നിങ്ങൾക്ക് പല കാര്യങ്ങളും അറിയാം എന്നുള്ള അസംഷനിലാണ് ഞാൻ ഈ ക്ലാസ്സുകളെല്ലാം എടുത്തു പോകുന്നത്. നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു ഡൗട്ട്, എവിടെയെങ്കിലും ഒരു കണക്ട് ചെയ്യാൻ പറ്റാത്തതുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ പേഴ്സണലായിട്ട് നിങ്ങൾ മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ ഗ്രൂപ്പിലാണെങ്കിലും മെസ്സേജ് അയക്കുക. ഓക്കെ, ഞാൻ ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നമുക്ക് നാളത്തെ ക്ലാസ്സിൽ കൂടുതൽ ട്രാൻസിസ്റ്റർ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ, ഒരു ക്ലാസ് കൂടി കിട്ടുവാണെങ്കിൽ നമുക്ക് വേറെ കുറച്ച് എക്സ്ട്രാ പ്രോബ്ലംസ് കൂടി ചെയ്യാം. ഓക്കെ, നാളത്തെ ക്ലാസ് കൊണ്ട് നമുക്ക് ട്രാൻസിസ്റ്റർ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ ഇന്നത്തെ ക്ലാസ്